അങ്ങനെ റെന്നിനാണ് അവള് കിസ് ചെയ്യുന്ന പോലെയൊക്കെ സ്വപ്നം വന്നിട്ട് അവൻ പേടിച്ച് നിൽക്കും. അപ്പനാണ് ഇവന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് വന്നിട്ട്, എടാ റെൻചു, ഞാൻ നമ്മുടെ കോളേജിൽ ഒരു കോമ്പറ്റീഷൻ നടത്താൻ പോവാ. അതായത് പബ്ജി ഒക്കെ നമുക്ക് നേരിട്ട് കളിച്ച് എങ്ങനെ ഇരിക്കും, അങ്ങനെ അതിനു വേണ്ടി ഞാൻ രണ്ട് ടീമായിട്ട് സെപ്പറേറ്റ് ചെയ്യും. പക്ഷെ അതൊക്കെ നീ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് തന്നെ ടീം സെറ്റ് ചെയ്യുന്ന പോലെ റെഡിയാക്കാൻ പറ്റുമോ എന്നിന് ഇവൻ ആ സഹായം റെന്നിനോട് ചോദിക്കും. അതേസമയം അവൻ ആ കോമ്പറ്റീഷനെ കുറിച്ച് കോളേജിന്റെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത ഉടനെ ഈ കാര്യം അറിഞ്ഞ് ലുവാനാണ് മറ്റേ വാങ്ങിനെ എങ്ങനെയൊക്കെ അവിടേക്ക് വരുത്താൻ വേണ്ടി വിചാരിക്കും. അങ്ങനെ അവളും നമുക്ക് ടീമായാലും അറിഞ്ഞ് ഇവനെ വിളിക്കുമ്പം അവന് ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഓ എങ്കിൽ പിന്നെ നമുക്ക് ചിക്കൻ ഡിന്നർ അടിക്കാം എന്നിന് അവന് വരാൻ സമ്മതിച്ച ഉടനെ ഇവളാണ് ഭയങ്കര സന്തോഷത്തിലാകും. അങ്ങനെ ഇവളിപ്പോ റെന്നിന്റെ ഐഡിയ ഒന്നും കിട്ടാത്തോണ്ട് അവളുടെ കൂട്ടുകാരുടെ ഐഡിയ ആണ് ചോദിച്ചു വാങ്ങിക്കുന്നത്. അതുകൊണ്ട് ഇവളുടെ ഐഡിയ സക്സസ് ആണെന്ന് അറിഞ്ഞ് അവള് മെസ്സേജ് ഇട്ടോണ്ടിരിക്കും. ഇതേ സമയം തന്നെ റെന്നും മറ്റേ സീനിയറിനെ കാണാൻ വന്നിട്ട് ഇവന്റെ ഡോപ്പമെന്റ് ലെവൽ എങ്ങനെ കുറയ്ക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനാണ് ഷോക്കായിട്ട്, നിനക്ക് ഡോപ്പമെന്റ് ലെവൽ കുറയ്ക്കണം, നിനക്കെന്തോ വട്ടാണോടാ എന്നിട്ട് അവൻ ചോദിക്കുമ്പോഴാണ് റെന്നും, ഞാൻ ഗൂഗിളിലൊക്കെ തപ്പി നോക്കി, എനിക്ക് ഒരാൾ ഇഷ്ടമെന്ന് ആ ഡോപ്പമെന്റ് ലെവൽ എന്റെ ബോഡി കൂടുമ്പോഴാണ് ഞാൻ അറിയുന്നത്, അതുകൊണ്ട് എനിക്കത് കുറയ്ക്കണം. അതിനെന്തെങ്കിലും വഴികളുണ്ടോ? കാരണം എനിക്ക് എന്നെ തന്നെ ഇനി ഫോക്കസ് ചെയ്യണം, എനിക്ക് വേറെ ആരെ പുറകെ പോകാൻ ആഗ്രഹമില്ല എന്നിട്ട് ഇവൻ പറയുമ്പോഴാണ് സീനിയറും, എടാ നിനക്കൊരാൾ ഇഷ്ടമാണ്, നീ പോയി സെറ്റാക്ക്, നീ എന്തിനാടാ തടയുന്നത് എന്നിനെ സീനിയറും പറഞ്ഞു നോക്കിയാലും റെന്നാണ് അതൊന്നും കേൾക്കാതെ ഇവൻ എന്തേലും വഴികളുണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് സീനിയറും ഞാനൊന്നും ഡോക്ടർ ആയില്ലെന്ന് പറഞ്ഞ് ഇവനെ തന്നെ ബുദ്ധിയല്ലെന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാൻ പറയും. പക്ഷെ ഇവിടെ റെന്നാണ് ഇത് വലിയ എക്സ്പേർട്ട് അല്ലാത്തോണ്ട് സീനിയറിനോട് ഇപ്പൊ ഐഡിയ വയ്ക്കും. അപ്പോഴാണ് അവനും പറഞ്ഞു കൊടുക്കുന്നത്, ഒരു ഇവൻ ആ വ്യക്തി അവോയ്ഡ് ചെയ്ത ചിലപ്പോ ഇവന്റെ ഇഷ്ടം കുറയുന്നു, രണ്ടാമത് ഇവൻ ഒന്നിനെ കുറിച്ച് ആലോചിക്കാതെ അവന്റെ മനസ്സറിയുന്ന കേൾക്കാൻ വേണ്ടി പറയും. എന്നിട്ടിപ്പോ ആ കോമ്പറ്റീഷന് വേണ്ടി എല്ലാരും വരുമ്പോഴാണ് ഇവിടെ ലുവാനാണ് അവിടെ വാങ്ങിയിരിക്കുന്നുണ്ട് കൈ കാണിക്കും. പക്ഷെ അവനാണ് ഇവളെ മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ട് അവളും ചമ്മി പോയിട്ട് ഇവൻ എന്തോടി മൈൻഡ് ചെയ്യാത്തെന്ന് പറഞ്ഞ് കൂട്ടുകാരോട് ചോദിക്കുമ്പോൾ അവളും ചിലപ്പോൾ കണ്ടു കാണത്തില്ലെന്ന് പറഞ്ഞ് ഇവരുടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് എല്ലാരും കൂടെ ഇവരെ നോക്കുന്നുണ്ട് നമ്മുടെ മുഖത്തിൽ ഉണ്ടോന്ന് പറഞ്ഞ് അവരുടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്ന ഒരു പെൺകുട്ടിയാണ് അവിടേക്ക് വരും. ഇവളുടെ പേര് ഗുവാൻ, ഇവളാണ് ഈ കോളേജിലെ ക്യൂൻ. അങ്ങനെ അതുകൊണ്ട് എല്ലാരും കൂടെ ഇവൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നെന്ന് പറഞ്ഞ് അവളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവിടേക്ക് വരുന്ന റെന്നിനെ കണ്ടിട്ട് ഇവിടെ ലുവാൻ മൈൻഡ് ചെയ്യാതിരിക്കുമ്പം അതേപോലെ തന്നെ റെന്നും അവളെ മൈൻഡ് ചെയ്യാതെ പോകും. കാരണം ഇവൻ അവൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അവരാണ് ഇത് മനസ്സിലാക്കി അവളാണ് തെറ്റ് ചെയ്ത അവൻ, പക്ഷെ അവൻ എന്നെ മൈൻഡ് ചെയ്യാതെ പോകുന്നെന്ന് പറഞ്ഞ് ഇവൾക്ക് ദേഷ്യമാകും. അതിനുശേഷം അവനും ഇവളെ മൈൻഡ് ചെയ്യാതെ മറ്റേ കോളേജിലെ ക്യൂൻ ഗുവാനായിട്ട് ചെന്നിരിക്കുമ്പം എല്ലാരും അവരെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങും, ഇവര് പെർഫെക്റ്റ് മാച്ചാന്ന്. അങ്ങനെ അത് കേൾക്കുമ്പോൾ ഇവൾക്ക് ചെറിയ അസൂയൊക്കെ വരും. അതിനുശേഷം അവിടേക്ക് വരുന്ന റെന്നിന്റെ കൂട്ടുകാരനാണ് കോമ്പറ്റീഷനെ കുറിച്ച് പറയാൻ പോകാന്ന് പറഞ്ഞ് ഇവരെല്ലാരും രണ്ട് ടീമായിട്ട് റാൻഡമായിട്ട് സെലക്ട് ചെയ്യാൻ പോകുന്ന പറയും. അപ്പോഴാണ് പെട്ടെന്ന് വാൻ കൈപൊക്കി അവനിത് പറ്റില്ലെന്ന് പറയുമ്പം ഇവിടെ ലുവാനാണ് സന്തോഷത്തി, അവൻ എന്റെ കൂടെ ടീമാകാനായിരിക്കും ഇങ്ങനെ തർക്കിക്കുന്നതെന്ന് അവൾ ആഗ്രഹിച്ചിരിക്കും. പക്ഷെ അവനാണ് ചിലപ്പോ ഒന്നിനും കൊള്ളാത്ത ടീമേറ്റിനെ കിട്ടിയ അവൻ കളി തോറ്റുവെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇവളും മൊത്തത്തിൽ ചമ്മിപ്പോവും. അതിനുശേഷം കൂട്ടുകാരനാണ് ഞാനായിട്ടല്ല സെലക്ട് ചെയ്യുന്നത്, നമ്മുടെ സിസ്റ്റം ആയിരിക്കും സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ അത് മൊത്തത്തിൽ സ്കാൻ ചെയ്യും. അങ്ങനെ ലുവാന് വാങ് തന്നെ കിട്ടണമെന്ന് പറഞ്ഞ് അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം അവസാനം ഇവൾക്ക് കിട്ടുന്ന പേര് റെന്നായിരിക്കും. അങ്ങനെ അതുകൊണ്ട് അവളാണ് ഇവിടെ മൊത്തം ഷോക്കായി പോകുമ്പം അതേസമയം റെന്നും അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. എന്നിട്ട് അവിടേക്ക് വരുന്ന മറ്റേ ഗുവാനാണ് ലുവാനോട് ഇവൾക്ക് റെന്നിനോട് വല്ലതും സ്നേഹോട്ടം ചോദിക്കും. അപ്പോഴാണ് ലുവാനാണ് ഇത് കേട്ടിട്ട്, ഞങ്ങൾ തമ്മിലൊരു ബന്ധമില്ല, അത് ചുമ്മാ ആൾക്കാർ പറഞ്ഞു നടക്കുന്ന ഏതെന്ന് ഇവൾ പറയുമ്പോഴാണ് അവളും, ഓക്കെ എങ്കിൽ പിന്നെ നിനക്ക് അവന്റെ ടീമാകാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെ ആഗ്രഹമില്ല, ഞാൻ വേണേ മാറ്റിത്തരാം എന്നിനെ ഗുവാൻ പറയുമ്പോഴാണ് ഇത് കേട്ട് ലുവാനെ സന്തോഷത്തി, ഓ അങ്ങനെ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? എങ്കിൽ പിന്നെ എനിക്ക് സന്തോഷമുള്ളു, എനിക്ക് വാങ്ങിന്റെ കൂടെ ടീമായാൽ മതി എന്നിനെ ലുവാൻ പറഞ്ഞ ഉടനെ അവൾ സന്തോഷത്തി അവൾ ഈ കോളേജിന്റെ ലീഡർ ആയതുകൊണ്ട് അവളാക്കി തരാന്ന് പറയും. കാരണം അവൾക്ക് റെന്നിന്റെ കൂടെ ടീമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്തത്. അതിനുശേഷം ഇവിടെ റെൻ വീണ്ടും സീനിയറിനെ കാണാൻ വേണ്ടി വരുമ്പോഴാണ് അവനാണ് ഇത് എത്രാമത്തെ തവണയാണ് നീ ഇങ്ങോട്ടേക്ക് വരുന്നെന്ന് പറഞ്ഞ് റെന്നിന് ചോദ്യം ചെയ്യും. അപ്പോഴാണ് റെന്നും, എനിക്കൊരു സംശയമുണ്ട്, ഞാൻ എത്ര അവോയ്ഡ് ചെയ്യാൻ നോക്കിയാലും എന്നെ കൊണ്ട് പറ്റുന്നില്ല, കാരണം ഞാൻ അറിയാത്തന്നെ കുറെ കാര്യങ്ങൾ ചെയ്തു പോകുന്നു, അതിനെന്തേലും പരിഹാരം ഉണ്ടോ ഏതെന്ന് ഇവൻ ചോദിക്കുമ്പോൾ സീനിയർ മൈൻഡ് ചെയ്യാതെ പോയി നിന്റെ പണി നോക്കണമെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞിടാൻ നോക്കും. അപ്പോഴാണ് റെന്നും, എന്റെ ID കാർഡ് കസിൻ ചോദിച്ചായിരുന്നു, അവൾക്ക് ഇങ്ങോട്ട് വരാൻ മുട്ടിയിരിക്കുക, ഞാൻ ഒന്ന് കൊടുത്തോട്ടെ എന്നിന് അവനെ ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ ഇവിടെ സീനിയർ മേടിച്ചിട്ട് നിന്നെ സഹായിക്കത്തില്ല ഞാൻ പറഞ്ഞില്ലല്ലോ, നിനക്കിപ്പോ എന്തോ പ്രശ്നം എന്നിനെ സീനിയർ ചോദിക്കുമ്പോഴാണ് അവനും, ഞാനൊരു ചീറ്റിങ് ചെയ്ത് ലുവാൻ എന്റെ ടീം വരാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം സോഫ്റ്റ്വെയർ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച്, ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്ത എന്നിനെ റെൻ പറയുമ്പോഴാണ് ഇത് കേട്ട് സീനിയറും, എടാ പരമദ്രോഹി, നീ എല്ലാരും ചതിച്ചപ്പോ നിനക്കപ്പോ അവളുടെ ടീമാൻ അത്രയ്ക്ക് ആഗ്രഹമാണ് എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് റെന്നും, അവള് വേറൊരുത്തിന്റെ ടീമാന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ചിലപ്പോൾ അവൾക്കൊല്ലേ സംഭവിച്ചാലോ, അതുകൊണ്ട് എന്റെ സമ്മാനത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നേ ഉള്ളൂ എന്നിനെ റെന്നു ഒരു കാരണം പറയുമ്പോൾ സീനിയറാണ് അങ്ങനെ പെട്ടെന്ന് മനസ്സുമാറ്റാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇതിന്റെ ഡോപ്പമിൻ ലെവലൊക്കെ മുമ്പേ സെറ്റായി കാണുമെന്ന് പറഞ്ഞ് പതിയെ എല്ലാം കുറഞ്ഞോളെന്ന് പറയും. അങ്ങനെ അതിനുശേഷം ഇവിടെ ലുവാനാണ് പേടിച്ചിട്ട് മറ്റേ ഗുവാനെ കൊണ്ട് ആ ലിസ്റ്റൊക്കെ മാറ്റാൻ പറ്റുമെന്ന് കൂട്ടുകാരോട് ചോദിക്കും. അപ്പോഴാണ് അവളും, ഇടി മാറ്റിലിപ്പോ എന്തുവാ, റെൻ നല്ല പയ്യനാ നീ അല്ലേ പറഞ്ഞിട്ടുള്ളത്, അവന്റെ കൂടെ നീ ഗെയിം കളിക്കുവാണ് നീ ആയിരിക്കും വിജയിക്കുന്നത് എന്നിന് ഇവൾ പറയുമ്പോഴാണ് ലുവാനും, ഇടി ഒന്ന് പോടി, ഞാൻ പറഞ്ഞൊക്കെ തിരിച്ചെടുത്ത്, അവൻ നീ പറഞ്ഞ പോലെ ഒരു ടോർച്ചറാണ് എനിക്ക് എന്നിന് ഇവളും പറയുമ്പം കറക്റ്റ് അതേസമയം റെൻ ഇവളെ ഫോൺ
വിളിക്കും. അപ്പോഴാണ് അവളും എടുത്തിട്ട് ഇവനോട് എന്തോ ചോദിക്കുമ്പോൾ അവൻ ഇവളെ നേരിട്ട് കാണാൻ വേണ്ടി വിളിക്കും. അങ്ങനെ തുണി എഴുതുന്ന സ്ഥലത്ത് ഇവള് പോകുമ്പോഴാണ് അവന്റെ തുണി എടുത്തിട്ട് ചുമ്മാ വന്ന ആർക്കെങ്കിലും സംശയം വരും പറഞ്ഞ് അത് കഴുകാൻ വേണ്ടി പറയും. എന്നിട്ട് അവന് ഗെയിമിനെ കുറിച്ചൊക്കെ ഇവൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഇവൾക്ക് സേഫ്റ്റിക്ക് വേണ്ടി അവൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നോണ്ടിരിക്കും. അപ്പോഴാണ് അവൾ അത് കേട്ടിട്ട് നീ എപ്പോ തൊട്ട് എന്നെ ഓർത്ത് വിഷമിക്കാൻ തുടങ്ങിയ, നമുക്ക് വേണേ ടീം മാറ്റിയാലോ എന്നിട്ട് ഇവൾ ചോദിക്കുമ്പോൾ അവനും അതിന്റെ ഒന്നും ആവശ്യമില്ല, കാരണം എനിക്ക് ഒരാളെ സെലക്ട് ചെയ്താൽ അവരോടെ തന്നെ കളിച്ചേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഗെയിമിനെ കുറിച്ച് നല്ലോണം പഠിച്ചിട്ടോ എന്നിട്ട് അവനും പറഞ്ഞിട്ട് പോകുമ്പോൾ ഇവളാണ് അവസാനം നിന്റെ തുണി എന്നെ കൊണ്ട് കഴിപ്പിച്ചോന്ന് പറഞ്ഞ് അവൾ ദേഷ്യത്തിരിക്കും. അപ്പോഴാണ് മറ്റേ ഗുവാൻ ഇവൾക്ക് മെസ്സേജ് അയച്ച് ഇവളുടെ ടീം മറ്റേ വാങ്ങുമായിട്ട് ചേഞ്ച് ചെയ്തെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവളിപ്പോ സന്തോഷത്തില്ല. അതിനുശേഷം അടുത്ത ദിവസം ഇവിടെ മത്സരത്തിന് പോകുന്ന മുമ്പേ തന്നെ റെൻ അവൾക്ക് വേണ്ടി മറ്റേ സോയാ മിൽക്ക് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന എന്റെ കൂട്ടുകാരനും എപ്പോഴും ഇത് തന്നെ ചെയ്ത് ഇപ്പൊ ബിസിനസ് ആയും ചോദിക്കുമ്പോൾ റെന്നാണ് ബിസിനസ് ഒന്നുമില്ല, ഒരാൾക്ക് വേണ്ടി ഉണ്ടാക്കുവാന്ന് പറഞ്ഞിട്ട് ഇവനെ ടേസ്റ്റ് ചെയ്യുന്നു ചോദിക്കും. അപ്പോഴാണ് കൂട്ടുകാരനും പേടിച്ചിട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല, പക്ഷെ നീ ആദ്യമായിട്ട് ഇങ്ങനെ ചിരിക്കുന്നാണുമ്പോ എനിക്ക് പേടിയാകുന്നറാ, നീ പഴയതുപോലെ ചിരിക്കാതിരുന്നാ മതി എന്നിട്ട് അവരെന്റെ സംസാരിച്ചിട്ട് അവസാനം ഗെയിം കളിക്കാൻ വേണ്ടി പോകും. അങ്ങനെ എല്ലാവരും അവസാനം എത്തുമ്പോഴാണ് ഇവിടെ റെന്നും ലൂവാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവിടെ കസിൻ വന്ന് നിൽക്കുന്നുണ്ട്. ഇവൾക്ക് ഇവിടെ എന്തോ പണിയും ചോദിക്കും. അപ്പോഴാണ് കസിനും അവളുടെ ക്രഷിനെ കാണാൻ വേണ്ടി വന്നതെന്ന് അറിയാം. ഇത് കേട്ട് റെന്നാണ് അവൻ ഈ ഗെയിമിലൊന്നും പങ്കെടുക്കുന്നില്ലെന്ന് പറയുമ്പോൾ അവൾ എനിക്കറിയാം അവൻ ഇന്ന് എവിടെയോ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഇവൾ അവനെ അന്വേഷിച്ചെല്ലും. അപ്പോഴാണ് പെട്ടെന്ന് ഇവനും ലൂവാനെ കണ്ടെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവള് ലൂവാൻ വേറൊരു പയ്യനായിട്ട് ഗെയിം കളിക്കാൻ എപ്പോഴേ പോയെന്ന് അറിയും. അപ്പോഴാണ് ഇത് കേട്ട് അവൻ ഷോക്കാന്ന്. അതിനുശേഷം അവിടേക്ക് വരുന്ന ഗുവാനും നമ്മൾ തമ്മിൽ ആ ടീം എന്ന് പറഞ്ഞ് ടീം ചേഞ്ച് ചെയ്ത കാര്യമൊന്നും ഇവൻ അറിഞ്ഞില്ലെന്ന് ചോദിക്കും. അതുകൊണ്ട് തന്നെ റെൻ അവസാനം ഇവിടെ ചമ്മിപ്പോയി. അതേസമയം ഇവിടെ ലൂവാൻ ഭയങ്കര സന്തോഷത്തി മറ്റേ വാങ്ങിന്റെ കൂടെ ഒരുമിച്ച് പോകുമ്പോഴാണ് അവനാണ് ഗെയിം മൊത്തത്തിൽ ഫോക്കസ് ചെയ്തിരിക്കും. പക്ഷെ ഇവള് നമുക്ക് കുറച്ച് സമയം കറങ്ങിയിട്ടൊക്കെ പോയാലെന്ന് പറഞ്ഞ് ഇവനെ വിളിക്കുമ്പോൾ അവന് കറങ്ങി നമ്മൾ കളി തോറ്റോന്ന് പറഞ്ഞ് ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കും. അതിനുശേഷം ഇവ രണ്ടുപേരും കൂടെ അവിടെ രണ്ട് എനിമീസിനെ കണ്ട് ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇവനാണ് സുരക്ഷയായിട്ട് ഇവിടെ നിന്നോ ഞാൻ പോയി ഷൂട്ട് ചെയ്യാന്ന് അവന് എയിം ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവളാണ് ഷെടാ ഇവൻ ആൻജീഷിനെ പോലെ എന്ന് വിചാരിച്ച ഞാൻ ഇവനെ സെറ്റ് ചെയ്യാൻ നോക്കിയ, പക്ഷെ ഞാനൊരു മണ്ടിയായി പോയി എന്നിട്ട് അവള് ധൈര്യത്തോടെ അവിടെ നിൽക്കുന്ന രണ്ട് കപ്പിൾസിനെ ഷൂട്ട് ചെയ്ത് ഔട്ടാക്കും. പക്ഷെ അവരാണ് അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും അവിടെ നിന്ന് ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇവിടെ വാങ്ങാണ് ഭയങ്കര സന്തോഷത്തി നീ അടിച്ച് പൊളിച്ചെറിയെന്ന് പറഞ്ഞ് അവൻ അടുത്തേക്കൊന്ന് പറയും. അങ്ങനെ അവൻ ഗെയിമിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട്. ഇവളിവിടെ മൊത്തം ദേഷ്യത്തിരിക്കുക. അതിനുശേഷം അവരുടെ ഒരു ഫുഡ് അടിക്കാൻ പോകുമ്പോൾ ഇവനാണ് അവൾ കുടിക്കുന്ന ഡ്രിങ്ക്സ് ടേസ്റ്റ് ചെയ്യാൻ തരുമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവൾ മൊത്തം സന്തോഷത്തി അപ്പൊ ഇൻഡയറക്റ്റ് കിസ് ഇപ്പൊ നടക്കാൻ പോകണോ എന്നിട്ട് അവൾ അവന് കുടിക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ അതേസമയം അവിടേക്ക് റെന്നാണ് പെട്ടെന്ന് തടഞ്ഞു നിർത്തിയിട്ട് ഇവന് വേണേ വേറെ ജ്യൂസ് വാങ്ങിച്ചോളം പറയും. അതിനുശേഷം അവൻ ഇവരുടെ കൂടെ തന്നെ ഇരിക്കുമ്പോൾ ഇത് കണ്ട് ലൂവാനും ഇവന് പോകാൻ വേറെ സ്ഥലമില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇവിടെ നല്ല കാഴ്ചയാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ തന്നെ കുത്തിയിരിക്കും. അതിനുശേഷം അവൾ അവനെ വിളിച്ചോണ്ട് അവിടെ നോക്കുമ്പോഴാണ് ഇവിടെ അതേസമയം കസിനും എന്റെ ക്രഷ് അവിടെ പോയി നിറഞ്ഞ് അവന്റെ ഫോട്ടോ നോക്കിക്കൊണ്ട് ഇവളെ നടന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവള് സ്ലിപ്പായി അവിടെ തന്നെ വീഴുന്നു പോകുന്നത്. അങ്ങനെ ആ ചെറിയ ചോര കണ്ട് അവൾ ബോധം കെട്ടി വീഴുമ്പം ഈ കാര്യം അറിഞ്ഞ് റെന്നിന്റെ കൂട്ടുകാരനാണ് അവൾ അപ്പം തന്നെ നഴ്സ് ഓഫീസിലേക്ക് വിളിച്ചോണ്ടെന്ന് പറഞ്ഞ് അവൻ അനൗൺസ് ചെയ്യും. അതിനുശേഷം ഇവിടെ റെൻ മറ്റേ ഗുവാനായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പം അവളാണ് നമ്മൾ മുമ്പേ ഒരു കോമ്പറ്റീഷൻ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞ് ഇവള് പഴയ കാര്യങ്ങളൊക്കെ എടുത്തു പറയും. അങ്ങനെ എന്നെ നോക്കി നീ അന്ന് ക്ലാപ്പ് അടിച്ചതുകൊണ്ടാ ഞാൻ ആ മത്സരത്തിൽ വിജയിച്ചെന്ന് ഇവൾ ആ കോമ്പറ്റീഷനെ കുറിച്ച് സംസാരിക്കുമ്പം ഇതോർത്തെടുത്തിട്ട് അവനാണ് സോറി നമ്മൾ തമ്മിൽ പരിചയമൊന്നുമില്ല, നീ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചാണ്, ഞാൻ അന്ന് കോമ്പറ്റീഷൻ വന്നത് എന്റെ ഒരു ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാ, അല്ലാതെ എനിക്ക് നീ ആരെന്നോലും അറിയത്തില്ല എന്നിന് അവനും പറയുമ്പം ഇവളാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവന്റെ വെള്ളം ഉണ്ടോന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇത് ലൂവാൻ വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് അവന് മിനറൽ വാട്ടർ അവിടെ കിട്ടുമെന്ന് പറഞ്ഞ് ഇവളെ വിളിച്ചോണ്ട് പോകും. അപ്പോഴാണ് ഇവരുടെ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് ഇടുന്ന ലൂവാനും തറയിൽ വീന്ന് അവളുടെ കാല് മുറിഞ്ഞു എന്ന്. അതുകൊണ്ട് അപ്പം തന്നെ ഇവന് അവളെ കാണാൻ വേണ്ടി അവിടെ ചെല്ലും. അതിനുശേഷം ഇവിടെ ലൂവാന്റെ കൂട്ടുകാരിയും നിനക്കൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവളെ കെയർ ചെയ്തോണ്ടിരിക്കുമ്പോൾ ലൂവാൻ അവൾക്കൊന്നും കുഴപ്പമില്ലെന്ന് പറയും. അപ്പോഴാണ് കൂടെ നിൽക്കുന്ന വാങ്ങാണ് ലൂവാൻ നീ ഒരാണാണ് എന്നിന് അവനും പറഞ്ഞ ഉടനെ ഇവളും പെട്ടെന്ന് എനിക്ക് വേദന എടുക്കുന്നെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവളുടെ കൂട്ടുകാരിയും എങ്കിൽ പിന്നെ നഴ്സ് ഓഫീസിലേക്ക് വാങ്ങിനെ വിളിച്ചോണ്ട് പോകാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവനാണ് വിളിച്ചോണ്ട് പോയാൽ ഞാൻ ഗെയിമിൽ നിന്ന് ഔട്ടാകത്തില്ലെന്ന് പറഞ്ഞ് അവൻ പറ്റത്തില്ലെന്ന് പറയും. അതോടെ ഇവിടെ ലൂവാനാണ് മൊത്തം ദേഷ്യത്തിരിക്കും, കാരണം അവന് ഇവളെക്കാളും ഗെയിമാണ് ഇപ്പൊ വലുത്. അപ്പോഴാണ് അവിടേക്ക് വരുന്ന റെന്നാണ് ഞാൻ ഇവളെ വിളിച്ചോണ്ട് പോകാന്ന് പറഞ്ഞിട്ട് അവ സ്വയം ഔട്ടായിട്ട് ഇവളെ പൊക്കിയെടുത്തോണ്ട് പോകും. അപ്പോഴാണ് ലൂവാനും എനിക്ക് നടക്കാനൊക്കെ പറ്റുന്ന അവൾ പറയുമ്പം ഇവനാണെ അതൊന്നും കേൾക്കത്തില്ല. അതിനുശേഷം ഇത് കാണുന്ന റെന്നിന്റെ കൂട്ടുകാരനും അവളുടെ കൂട്ടുകാരിയും കൂടെ ഇവർ തമ്മിൽ സെറ്റാകാൻ ചാൻസ് ഉണ്ടെന്ന് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇവിടെ നൈസിന് കൂട്ടുകാരനും ഇവളുടെ ഫോൺ നമ്പർ അങ്ങ് വാങ്ങിക്കും, കാരണം ഇവൻ ഇവളെ സെറ്റാക്കാൻ നോക്കുക. അതിനുശേഷം ഇവിടെ കസിന് കണ്ണോർ നോക്കുമ്പോഴാണ് അവിടെ സീനിയറിനെ കണ്ട ഉടനെ ഇവള് ഭയങ്കര സന്തോഷത്തി ചുമ്മാ അതല്ല ഞാൻ മണ്ടിയായി പോയ, നീ നഴ്സ് ഓഫീസിൽ കാണുന്നു ഞാൻ ഒട്ടും വിചാരിച്ചില്ല, ഞാൻ ഗെയിം കളിക്കുന്ന സ്ഥലത്തൊക്കെ തപ്പി നോക്കി എന്നിട്ട് അവള് പറയുമ്പം അവനാണ് ഇവളെന്തിന് ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്തേക്കുന്നത് ചോദിക്കും. അപ്പോഴാണ് അവളും ഞാൻ വിചാരിച്ചത് നീ ഗെയിം കളിക്കുവന്ന്, അതുകൊണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നേ, പിന്നെ ഇത് കാരണം നിനക്ക് എന്നോടുള്ള ഇഷ്ടമൊക്കെ കുറയോ എന്നിന് അവള് ചോദിക്കുമ്പം അവനും പേടിച്ചിട്ട് ഞാൻ എപ്പോഴാ പറഞ്ഞ എനിക്ക് നിന്നോട് അതിന് ഇഷ്ടമുണ്ടെന്ന് എന്നിന് അവൻ ടെൻഷൻ ആകുമ്പോഴാണ് അവളും എടാ നീയല്ല ആദ്യം വന്ന് എന്നെ പ്രൊപ്പോസ് ചെയ്ത, അപ്പൊ അതൊക്കെ ചുമ്മാതാണോ, എനിക്കറിയാം നിനക്ക് ഇപ്പോഴേ എന്നോട് ഇഷ്ടമുണ്ടെന്ന്, എന്നിട്ട് നീ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നത് എന്നിന് അവള് ചോദിക്കുമ്പോഴാണ് അവനും സോറി എനിക്ക് ആദ്യം കണ്ടപ്പോൾ നിന്നെ ഇഷ്ടപ്പെട്ട്, കാരണം
ഞാൻ വിചാരിച്ച് നീ അധികമൊന്നും സംസാരിക്കാത്ത ഒരു പെൺകുട്ടിയായിരിക്കുമെന്ന്. പക്ഷെ നീ വായ തുറന്നാ പിന്നെ നിർത്തത്തില്ല എന്ന് ഇവൻ സത്യം പറയുമ്പോൾ അവളും ഓ അതായിരുന്നു പ്രശ്നം, എങ്കിൽ പിന്നെ നിനക്ക് വേണ്ടി ഞാൻ ഇനി അധികമൊന്നും സംസാരിക്കുന്നില്ല, ഇപ്പൊ നിനക്ക് എന്നെ ഓക്കെ അല്ലേ എന്നിന് അവള് ചോദിക്കുമ്പോഴാണ് അവനും അയ്യോ എനിക്ക് വേണ്ടി നീ മാറുന്ന അത് ഭയങ്കര ക്രൂര, അതുകൊണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല എന്നിന് അവനും പറയുമ്പം ഇവളാണ് നിന്റെ ഫേസ് കണ്ടാ അറിയാം നീ ചുമ്മാ കള്ളം പറയാന്ന് പറഞ്ഞ് പെട്ടെന്ന് അവനെ അടുപ്പിച്ച് കിസ് ചെയ്യും. അങ്ങനെ അതോടെ ഇവിടെ സീനിയർ മൊത്തത്തിൽ വീഴുന്നതും കാരണം ചുമ്മാ പറഞ്ഞുകൊണ്ടിരുന്ന ഇവളെ ഇഷ്ടമല്ലെന്ന് സത്യത്തിൽ അളിയൻ തന്നെ മൊത്തത്തിൽ വീഴുന്നോയിരിക്കുക. അതിനുശേഷം അവിടേക്ക് വരുന്ന റെന്നാണ് പെട്ടെന്ന് ഇത് കണ്ടിട്ട് ലൂവാന്റെ കണ്ണടച്ചിട്ട് ഇതൊന്നും കൊച്ചുലാര് കാണലെന്ന് പറഞ്ഞ് അവളെ വിളിച്ചോണ്ട് പോകും. അതിനുശേഷം ഇവൻ അവൾക്ക് മരുന്നിട്ട് കൊടുക്കുമ്പം അവള് മരുന്നൊക്കെ ഇടാൻ അറിയാമെന്ന് പറഞ്ഞ് ഇവനെ ചുമ്മാ കളിയാക്കും. അതിനുശേഷം അവനും എങ്കിൽ പിന്നെ ഇത് കുറച്ച് എരിയെന്ന് പറഞ്ഞ് അവളെ സഹിച്ചോളം പറയുമ്പം അവളാണ് വേദന സഹിക്കാൻ പറ്റാതെ ശബ്ദം ഉണ്ടാക്കും. അപ്പോഴാണ് അവനും ഞാൻ വേണം ഊതി തരട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൾ അതിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ വേദന സഹിച്ചോളാം എന്ന് പറഞ്ഞ് ഇവന്റെ കുടിക്കാൻ വെള്ളം ഉണ്ടോ ചോദിക്കും. അപ്പോഴാണ് അവനും ഇവൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ആ മിൽക്ക് എടുത്ത് കൊടുക്കുമ്പം അവളാണ് ഇത് കുടിച്ചു നോക്കിയിട്ട് ഇത് അന്നത്തെ പോലെ സെയിം ടേസ്റ്റാന്ന് പറഞ്ഞ് അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയും. എന്നിട്ട് അവൻ കെയർ ചെയ്യുന്നിട്ട് ഇവൾ ഒറ്റയ്ക്കായ സമയത്തൊക്കെ ഇവൻ വന്ന് സഹായിക്കാറുണ്ടെന്ന് പറഞ്ഞ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഇവൻ അടുത്തേക്ക് വന്ന് നിന്നിട്ട് എന്നിട്ട് എന്തോന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കും. അങ്ങനെ അതോടെ ഇവൾ കുറച്ച് ക്ലോസ് ആയതുകൊണ്ട് ഷൈ ആയി അങ്ങോട്ട് മാറി നിൽക്കുമ്പം ഇത് മനസ്സിലാക്കി അവനും ഇവളുടെ ഫേസ് ഒക്കെ എന്തിനാ ചുമക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവൾ ചൂടായതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവനാണ് അവളെ തടഞ്ഞിട്ട് അവളെയും കിസ് ചെയ്യും. കാരണം ഇവനും ഒന്നും ആലോചിച്ച് കൂട്ടാതെ അവന്റെ മനസ്സറിയുന്ന കേൾക്കാൻ തീരുമാനിച്ച്. അങ്ങനെ അതോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം.